നമസ്കാരം. മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് സിദ്ദീഖ്. ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടൻ്റെ വീട്ടിലുണ്ടായ ദുഃഖ വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. മൂത്ത മകൻ റാഷിൻ്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് നടനും കുടുംബവും. ഭിന്നശേഷിക്കാരനായ മകനെപ്പറ്റി നടൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ തങ്ങളുടെ വീട്ടിലെ എല്ലാമെല്ലാം ആയിരുന്നു സഹോദരനെന്നും സിദ്ദീഖിൻ്റെ ഇളയ മകനും നടനുമായ ഷാഹിൻ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ട്. മുൻപ് ഷക്കീൻ്റെ വിവാഹത്തിനാണ് സിദ്ദീഖിൻ്റെ മൂത്ത മകനെ പുറംലോകം കാണുന്നത്. ഭിന്നശേഷിക്കാരനായ റാഷിനെ മാറ്റി നിർത്താതെ എല്ലാത്തിനും കൂടെ കൂട്ടുകയായിരുന്നു ഷഹീൻ. മാത്രമല്ല, തൻ്റെ ഭാര്യയായി വന്നയാളും സഹോദരനുമായി നല്ല അടുപ്പമാണെന്നും നടൻ പറഞ്ഞിരുന്നു. ഇത് വളരെ നല്ല ഒരു കാര്യമാണല്ലേ. ഇതിന് വളരെയേറെ പ്രശംസയും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ഭാര്യയും ഈ റാഷിനെ ഇത്രയധികം സ്നേഹകരുതലായി കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി താരപുത്രൻ്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് എല്ലാവരും. ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ നടൻ്റെ കുടുംബത്തെക്കുറിച്ചും ഇങ്ങനൊരു മകനെ സംരക്ഷിച്ചു പോന്നതിനെപ്പറ്റിയും ഒരാൾ പങ്കുവച്ച എഴുത്ത് വൈറലാകുകയാണ്. അപ്പോൾ ആ എഴുത്ത് ഞാനൊന്ന് വായിക്കാം, ഒന്ന് കേൾക്കണേ. എന്നും ഹൃദയത്തെ നിറച്ചിരുന്ന, വല്ലാതെ തൊടുന്ന ഒന്നായിരുന്നു നടൻ സിദ്ദീഖ് ഇക്കയുടെ കുടുംബ ചിത്രങ്ങൾ. അതിൽ ഏറ്റവും ഹൃദയമായി തോന്നിയിരുന്നത് സ്പെഷ്യൽ ചൈൽഡായി വന്ന വീട്ടിലെ മൂത്ത കുട്ടിയെ ആ കുടുംബം ചേർത്ത് പിടിച്ചിരുന്ന രീതി കണ്ടിട്ട് ആയിരുന്നു. റാഷ് എന്ന സാപ്പിയുടെ സവിശേഷതയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിക്കണ്ട വീട്ടിൽ മറ്റാരേക്കാളും സ്പെഷ്യൽ സ്പേസ് നൽകി അവരുടെ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ മാജിക്കൽ പേഴ്സൺ ആക്കിയ ഒരച്ഛനും സഹോദരങ്ങളും. സത്യത്തിൽ പലർക്കും പലതും ആ കുടുംബത്തിൽ നിന്നും പഠിക്കാൻ ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി കുടുംബത്തിൽ ജനിച്ചാൽ അത് നിർഭാഗ്യമെന്നും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വല്ലാത്ത ഭാരമെന്നും കരുതുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. എത്രയൊക്കെ സൊസൈറ്റി പുരോഗമനം നേടിയെന്ന് പറഞ്ഞാലും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോപ്പർ ആയൊരു ഗൈഡൻസ് നൽകുന്ന ഒരു സിസ്റ്റം പോലുമില്ല എന്നതാണ് വാസ്തവം. സ്പെഷ്യൽ ചൈൽഡ് എന്നാൽ കുറവുകളുള്ള കുട്ടി എന്ന നിലയിൽ മാത്രം കരുതിപ്പോരുന്ന ഒരു സമൂഹത്തിൽ അത് അങ്ങനെയല്ല, അവൻ അല്ലെങ്കിൽ അവൾ മറ്റാർക്കുമില്ലാത്ത സവിശേഷതയുള്ള ഗിഫ്റ്റഡ് ആയ ഒരാൾ ആണെന്ന തിരിച്ചറിവോടെ വളർത്തുന്ന വളരെ കുറച്ച് ആളുകളെ നമുക്ക് ചുറ്റിലുമുള്ളൂ. അതിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരാളാണ് സിദ്ദീഖ് എന്ന അച്ഛൻ. ഇന്ന് ഏറെ നോവോടെ കേട്ട വാർത്തയാണ് റാഷിൻ്റെ വിയോഗം. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ വ്യക്തിയെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. റാഷിന് പ്രണാമം എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. എത്രയോ നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയ്ക്ക് പ്രിയമേറിയ ആ മകൻ്റെ വിയോഗത്തിൽ നമ്മുടെ സിദ്ദീഖിനും കുടുംബത്തിനും ഉണ്ടായ വേദനയിൽ നമുക്കും പങ്കുചേരാം. മാത്രമല്ല, ആ മകൻ്റെ ആത്മാവിന് നിത്യശാന്തി ായി നമുക്ക് പ്രാർത്ഥിക്കാം.